2020 ലോകകപ്പിൽ ബംഗ്ലാദേശ് കളിക്കുമോ എന്നറിയാം. ഇന്ത്യയിൽ കളിക്കാനാവില്ലെന്ന ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിന്റെ നിലപാട് വോട്ടിനിട്ട് തള്ളിയ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ ഇന്ന് തീരുമാനം അറിയിക്കാൻ അന്ത്യശാസനം നൽകുകയായിരുന്നു. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവൻ. അനിൽ, ഗുഡ് മോർണിംഗ്. അതിന് വരുന്ന മുമ്പേ സഞ്ജുവിന്റെ വൺ ഹാൻഡ് ക്യാച്ച് എന്നാ സാധനമായിരുന്നു അല്ലേ? അമ്പോ, ആ കമന്റേറ്റർമാരൊക്കെ അന്തം വിട്ട് കിളി പറഞ്ഞ പോലെ സംസാരിച്ചോണ്ടിരുന്നത്. തീർച്ചയായും ഒരു വമ്പൻ ക്യാച്ച് തന്നെയായിരുന്നു. അർഷദീപിന്റെ ഒരു അതിഗംഭീര പന്ത്. അത് ഡെവൻ കോൺവേക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റിയില്ല. അല്ലെങ്കിൽ ആ ഒരു ഇത് സഞ്ജുവിന്റെ ഒരു തകർപ്പൻ ക്യാച്ച്. സഞ്ജു ബാറ്റിങ്ങിൽ ഒന്ന് പിഴച്ചെങ്കിലും ആ ക്യാച്ച് കൊണ്ട് ഇന്നലെ എന്തായാലും കളിയിലൊരു സാന്നിധ്യം ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം. ഇനി മത്സരത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഈ വാർത്തയിലേക്ക് വരികയാണെങ്കിൽ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ടീമിനെ അല്ലെങ്കിൽ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിനെ ഇന്ന് വലിയൊരു നിർണായക ദിനം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അവരുടെ ഒരു നിലപാടായിരുന്നു സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഇന്ത്യയിലേക്ക് വരില്ല എന്നുള്ളത്. പക്ഷേ ICC ഇത് വീണ്ടും ചർച്ച നടത്തി. പക്ഷേ അത് ബംഗ്ലാദേശ് ഒരു തരത്തിലും അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ഒടുവിൽ ഒരു അന്ത്യശാസനം നൽകുകയായിരുന്നു ഇന്നലെ. നിങ്ങൾക്ക് വേണമെങ്കിൽ കളിക്കാം, അല്ലെങ്കിൽ മറ്റൊരു ടീമിനെ ഞങ്ങൾ കളിപ്പിക്കും എന്നുള്ളതാണ്. ഇന്ത്യയിലെയാണ് കളിക്കേണ്ടത്. അത് നിങ്ങളുടെ ഷെഡ്യൂൾ മാറ്റാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള ഒരു അന്ത്യശാസ്ത്രമാണ് നൽകിയിരിക്കുന്നത്. ഒറ്റൊരു ദിവസത്തെ സമയമാണ് നൽകിയിരിക്കുന്നത്. ഇന്നാണ് തീരുമാനം അറിയിക്കേണ്ടത്. പക്ഷേ ഇന്നലെ വൈകുന്നേരം തന്നെ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിൻ്റെ ഒരു പ്രതികരണം, അവരുടെ പ്രസിഡന്റിൻ്റെ ഒരു പ്രതികരണം വന്നിരുന്നു. ഇപ്പോഴും ICCയിൽ നിന്ന് ഒരു മിറാക്കിൾ സംഭവിക്കുമെന്നുള്ളതാണ് അമിനുൽ ഇസ്ലാം പറയുന്നത്. ഞങ്ങൾക്ക് സുരക്ഷയെക്കുറിച്ച് വലിയ ആശങ്കയുണ്ട്. മുസ്തഫിസർ റഹ്മാനെ IPL നിന്ന് പുറത്താക്കിയത് തന്നെ പല പ്രതിഷേധങ്ങളുടെയും ഒക്കെ തന്നെ കാരണം കൊണ്ടാണ്. അപ്പോൾ എൻ്റെ ടീം വരുന്നു. ടീമിൻ്റെ കാര്യം മാത്രമല്ല, കോച്ചിങ് സ്റ്റാഫ് ഉണ്ട്, ഒപ്പം തന്നെ ആരാധകർ വരുന്നു. മുമ്പ് 2023 ലോകകപ്പിൻ്റെ സമയത്ത് ചില ബംഗ്ലാദേശ് ആരാധകരുടെ നമ്മോട് ചില ആരാധകരൊക്കെ തന്നെ പിടിച്ചു തള്ളുന്നതും ഇല്ലെങ്കിൽ കളിയാക്കുന്ന കാഴ്ച അതിൻ്റെ ആ ഒരു കാര്യമല്ല, അതിനേക്കാൾ കൂടിയ അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ആ ഒരു ഘട്ടത്തിൽ എന്ത് സുരക്ഷ എന്നുള്ളത് വലിയ ചോദ്യം ഉയർത്തുന്നുണ്ട് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ്. പക്ഷേ ICCയോ BCCയോ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. ഇതിനിടയിൽ ഇന്നലെ ഒരു ട്വിസ്റ്റ് എന്നുള്ള നിലയിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് പറഞ്ഞിരുന്നല്ലോ, ഇന്ത്യയിൽ അവിടെ ഒരു സുരക്ഷയില്ലാതെ ഇങ്ങ് വാ, ഇവിടെ നല്ല സുരക്ഷിത സേഫ് ആയിട്ട് കളിച്ചിട്ട് പോകാം. ഒപ്പം തന്നെ ബംഗ്ലാദേശ് യുവതാരങ്ങൾ അവരൊക്കെ പറയുന്നുണ്ട്, ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കുന്നവരാണ്, ഞങ്ങൾക്കത് ക്രിക്കറ്റ് കളിക്കണം എന്ന് പറയുന്നു. ഇനിയിപ്പോൾ ബംഗ്ലാദേശ് വന്നില്ലെങ്കിൽ അത് സ്കോട്ട്ലൻഡ് ആയിരിക്കുമോ അല്ലെങ്കിൽ ഏത് ടീമായിരിക്കും? അത് തന്നെയാണ്. പാകിസ്ഥാൻ സത്യത്തിൽ ഇന്ത്യയുമായിട്ടുള്ള എല്ലാ ക്രിക്കറ്റ് ബന്ധങ്ങളും അവസാനിച്ചിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കൈകൊടുക്കാൻ പോലും തയ്യാറാത്ത ഒരു അവസ്ഥയിലാണ് ഈ ICC പോലുള്ള ടൂർണമെൻറ്റുകൾ കളിക്കുകയാണ്. ഇന്ത്യക്കും പാകിസ്ഥാനും വേണ്ടി മാത്രം ഒരു മറ്റൊരു രാജ്യത്ത് മത്സരം നടത്തുക എന്നുള്ള തരത്തിലേക്ക് തന്നെ ICC ആ പ്രശ്നം തീർത്ത് വരുന്നതിൻ്റെ ഇടയിലാണ് ബംഗ്ലാദേശുമായിട്ടുള്ള BCCയുടെ ഈ പുതിയ പ്രശ്നം എന്നുള്ളത്. ഇപ്പോൾ ഈ ക്രിസ്റ്റ്യന സൂചിപ്പിച്ച പോലെ തന്നെ ഈ വിഷയത്തിൽ ICC ബോർഡിൽ ഒരു വോട്ടെടുപ്പ് നടന്നിരുന്നു. 2 വോട്ടാണ് ബംഗ്ലാദേശിന് അനുകൂലമായി വന്നത്. അതിലൊരു വോട്ട് പാകിസ്ഥാൻ്റെ എന്നാണ് റിപ്പോർട്ടുകൾ. അത് അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളത് തന്നെ സ്റ്റിനെ സൂചിപ്പിച്ചാൽ തന്നെ ഇന്ത്യയിൽ കളിക്കാൻ സാധിക്കില്ല, ഞങ്ങൾക്ക് ശ്രീലങ്കയിൽ പോയി കളിക്കണമെന്നാണ് ബംഗ്ലാദേശ് ആവശ്യപ്പെടുന്നത്. പാകിസ്ഥാൻ പക്ഷേ പറയുന്നത് അവിടെയൊന്നും വേണ്ട, ഞങ്ങളുണ്ട് എന്ന തരത്തിലാണ് പാകിസ്ഥാൻ്റെ ഒരു അവകാശവാദം. പക്ഷേ അതൊന്നും ഒരിക്കലും ICC അംഗീകരിക്കാൻ പോകുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം കൂടി. ഈ പറഞ്ഞതുപോലെ ബംഗ്ലാദേശിൻ്റെ താരങ്ങൾ ആദ്യം തൊട്ട് അവരുടെ ക്യാപ്റ്റൻ ലിങ്ടൺ ദാസ് അടക്കമുള്ളവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഞങ്ങളൊരു മാസ്ക് വെച്ചാണ് ഇപ്പോൾ നിൽക്കുന്നത്, ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല, ഞങ്ങളെല്ലാം തന്നെ തരണം ചെയ്യുന്നു, വി ആർ പ്രൊഫഷണൽസ് എന്ന തരത്തിലാണ് ഇപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളത്. അതുതന്നെയാണ് കഴിഞ്ഞ ദിവസവും താരങ്ങൾ ആവർത്തിച്ചത്. ഇപ്പോഴും ഒരു പ്രധാനപ്പെട്ട ടൂർണമെൻറ്റ് വരുമ്പോൾ അതിൻ്റെ ഒരുക്കം, ഞങ്ങൾ ഏത് ഗ്രൂപ്പിലായിരിക്കും, എന്തായിരിക്കും എന്ന കാര്യത്തിലൊക്കെ തന്നെ ഒരു ആശയക്കുഴപ്പമുണ്ട് എന്നുള്ളത് തന്നെ. ക്രിസ്റ്റീന പറഞ്ഞ അവസാന കാര്യത്തിലേക്ക് കൂടി, ബംഗ്ലാദേശ് കളിക്കുന്നില്ലെങ്കിൽ സ്കോട്ട്ലാൻഡിനെ, അതായത് യൂറോപ്യൻ മേഖലയിൽ നിന്നൊക്കെ തന്നെ ക്വാളിഫിക്കേഷൻ കിട്ടാതെ പോയ അതാണ് നെക്സ്റ്റ് ടീം, അവർക്ക് യോഗ്യത കൊടുക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ ICC ഉള്ളത്. ക്രിസ്റ്റീന ഹാഷ്മി ഷീജ പറയുന്നുണ്ട്, അനിൽ വാസ്തവന്റെ ചിരി കണ്ടാൽ മതിയല്ലോ, നല്ല ചിരി എന്ന് പറയുന്നുണ്ട്. ഒരു ചിരി കണ്ടാൽ, ഒരു കണി കണ്ടാൽ അത് മതി എന്ന ലൈനില്ല. അതെ, ഇന്നലെ ബെൻ ജോൺസനെ കണ്ടപ്പോഴും ഇതേ ചിരി നമ്മൾ കണ്ടതാ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.